ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ പ്രതിഷേധം നമ്മൾ ഒരുപാട് കണ്ട് ശീലിച്ചതാണ്. കഴിഞ്ഞ 2 വർഷമായി ഫലസ്തീനിൽ ഇസ്രായേലും അമേരിക്കയും കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ നരനായാട്ടിനെ ആ ക്രൂരത കണ്ട് വിറങ്ങലിച്ച ഒരുപാട് ലോകരാജ്യങ്ങൾ ഇത്തരം നെറികേടിനെതിരെ പല രാജ്യങ്ങളും മനുഷ്യത്വമുള്ള പല രാജ്യങ്ങളും പ്രതിഷേധിച്ചതാണ്. അന്നൊന്നും വകവെക്കാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം ഇന്നിപ്പോൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗസയിൽ അധിനിവേശം നടത്താൻ അവിടെയുള്ള ഹമാസ് എന്ന സംഘടനയെ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ, ഭീകര സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്, അവരെ തുടച്ചു നീക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു യുദ്ധം ആരംഭിച്ചത്. എന്ത് ഭീകര സംഘടനയാണെങ്കിലും ജനാധിപത്യ സംവിധാനത്തിലൂടെ അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടം ആണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയാണ് അവിടെയുള്ള ഭരണ നേതൃത്വം വഹിക്കുന്നത് എന്ന് പോലും മറന്നുകൊണ്ട് ലോക പോലീസ് സമഞ്ഞുകൊണ്ട് ഗസക്കെതിരെ, ഫലസ്തീനിനെതിരെ അഴിഞ്ഞാട്ടം നടത്തിയ പിഞ്ചുമക്കളെ പോലും കൊലപ്പെടുത്തിയ ആളുകൾ, ഹോസ്പിറ്റലുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും മുകളിൽ പോലും ബോംബ് വർഷം നടത്തിയിരുന്ന ആളുകൾ, അതൊരു പാതകമേയല്ല എന്ന് തോന്നിയ ആളുകൾ ഇന്നിപ്പോൾ ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കാൻ മിലിറ്ററി ക്യാമ്പുകൾക്കെതിരെ, മിലിറ്ററി ഹോസ്പിറ്റലുകൾ, ഇസ്രായേലിലെ ഗസയിലെ ഗസയിലെ ജനങ്ങളെ കൊന്നു തള്ളുന്ന, അതിനിടയിൽ പരിക്കുപറ്റുന്ന ഇസ്രായേലി മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ ചികിത്സിച്ചു പോന്നിരുന്ന ഹോസ്പിറ്റലുകൾക്ക് മുകളിൽ ഇപ്പോൾ ഇറാൻ ബോംബാക്രമണം നടത്തിയപ്പോൾ, മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ഹോസ്പിറ്റലുകൾക്ക് നേരെ അക്രമം നടത്തരുത് എന്ന് കെഞ്ചുകയാണ്. ഇത്രയും കാലം പരിക്കുപറ്റിയ ഫലസ്തീനിലെ പരിക്കുപറ്റിയ പിഞ്ചു കുഞ്ഞുങ്ങളെയും അതേപോലെ മറ്റ് ആളുകളെയും ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റലുകൾക്ക് നേരെ മനഃപൂർവ്വം ആക്രമണം നടത്തിയ അതേ ഇസ്രായേലിന് ഇന്നതൊരു കുറ്റകൃത്യമായി തോന്നുകയാണ്. അല്ലെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിന് ഹമാസ് ഭീകര സംഘടനയാണ്, അല്ലെങ്കിൽ അവിടെ ഭീകര പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധം നടത്താൻ ആരാണ് അവകാശം നൽകിയത്? ആരാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തത്? ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള പ്രധാന കാരണം അവർ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു, ആണവായുധങ്ങൾ ശേഖരിക്കുന്നു, കൈക്കലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതേ ആണവായുധങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കയ്യിൽ സ്വന്തമായി നിൽക്കുകയാണ് ഇത്തരം അവകാശവാദങ്ങൾ. ഇനിയിപ്പോൾ മാനവശേഷിക്ക്, മനുഷ്യരാശിക്ക്, ലോക സമൂഹത്തിന് ഭീഷണിയാകുന്ന ആണവ സമ്പുഷ്ടീകരണം, ആണവായുധങ്ങൾ ഇറാൻ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ അമേരിക്കയും ഇസ്രായേലും ആരാണ്? ഇവിടെ ലോക സംഘടനകളുണ്ട്, അന്താരാഷ്ട്ര സംഘടനകൾ. ലോകത്ത് മാനവരാശിക്ക് ഭീഷണിയാകുമ്പോൾ, അല്ല അത്തരത്തിൽ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ലോക സമൂഹത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടത് ഇസ്രായേലോ അമേരിക്കയോ അല്ല. പകരം ഐക്യരാഷ്ട്രസഭയടക്കമുള്ള വലിയ സംഘടനകൾ, ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും പങ്കാളിത്തമുള്ള, ഏകദേശ രാജ്യങ്ങൾക്കും പങ്കാളിത്തമുള്ള വലിയ സംഘടനകളുണ്ട്. അത്തരം സംഘടനകൾ ഇങ്ങനെ എന്തെങ്കിലും വിഷയം മാനവരാശിക്ക് ഭീഷണിയായി നടക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനും താക്കീത് നൽകാനും, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളെ വിളിപ്പിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിന് പകരം ഇത്തരം ചട്ടമ്പിയായ 2 രാജ്യങ്ങൾ, അവിടെ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നു, ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് മുഴുവനും അശാന്തി പരത്തുക, യുദ്ധം നടത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇസ്രായേലും അമേരിക്കയ്ക്കുമുള്ളത്. ഇറാഖിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുദ്ധം ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ അതോടൊപ്പം തന്നെ ഫലസ്തീനെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിറിയക്കെതിരെ
അത്തരത്തിൽ ലോകത്തെവിടെയും പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കി ശീലിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം, അവിടെയുള്ള ജനങ്ങൾ, അവരും ഇത്രയും കാലം അവർ ഉണ്ടാക്കിയ അതേ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇസ്രായേലിലും കിട്ടും എന്നതിൻ്റെ ഏറ്റവും വലിയ വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടാൽ പോലും ഇസ്രായേലിനെ അവരുടെ ചരിത്രത്തിൽ, ഇസ്രായേൽ രൂപീകരിച്ചതിന് ശേഷം അവരുടെ ചരിത്രത്തിൽ അനുഭവിക്കാത്ത യാതനകളും പ്രയാസനകളും അതോടൊപ്പം തന്നെ അഭയാർത്ഥികളാക്കലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുദ്ധം കൊണ്ട് ഒരു സമൂഹത്തിന്, ഒരു മാനവരാശിക്ക് എത്രത്തോളം വിനാശകാരമാണ് എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.